സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ പാസ്റ്ററെ? ചെറിയൊരു വചനചിന്ത പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിങ്ങൾ ക്ഷമിക്കുക, 12 മണിയായി, കറണ്ട് ഇന്ന് വരത്തില്ല. ഇപ്പോൾ ജനറേറ്ററിലാണ് ഇത് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് AC കട്ടായിട്ടുണ്ട്, ചൂട് കൂടും. നിങ്ങൾ ചൂടാകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒന്ന് ചൂടാക്കിയിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ഓക്കെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ളതായ വചനങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. പാസ്റ്ററേ, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോരിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫേനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തൻ്റെ മകളിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ യേശുവിനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. യേശു അവളോട്, ഈ വാക്കുനിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഹല്ലേലൂയ! കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൾ ചോദിച്ചത് അപ്പമല്ല, നുറുക്കാണ്. അന്നടുത്തിരിക്കുന്നവർ പറഞ്ഞ് ചെറിയ ഒരു പീസ, ഒരു നുറുക്കുകൾ മാത്രമാണ് അവൾ ചോദിച്ചത്. അപ്പം ചോദിച്ചില്ല. ഒരു പാത്രം ബ്രെഡിനകത്തെ ഒരു പീസ് എനിക്ക് തരാമോ, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു നുറുക്ക് മാത്രം എനിക്ക് തരാമോ എന്നാണ് അവൾ ചോദിച്ചത്. ആമേൻ. പക്ഷേ യേശു അവൾക്ക് കൊടുത്തതൊരു വിരുന്നാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നാം ചെറുതായിരിക്കാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ കർത്താവ് വിളമ്പുന്നത് വളരെ വലുതായിരിക്കും. കരമടിച്ച് കർത്താവിന് നന്ദി പറ. പഴയ നിയമം മുഴുവൻ നുറുക്കുകളുടെ പുസ്തകമാണ്. അതായത് ദൈവസന്നിധിയിലുള്ള ഏതൊരു അനുഭവവും എല്ലാവർക്കും ദൈവം സമൃദ്ധമായിട്ട് കൊടുത്തിരുന്നില്ല. ഇച്ചിരിച്ചിരെ വിലാസനാൻ്റിയെ കുറച്ച് മാത്രം. അതിൻ്റെ കാര്യം, എല്ലാവരും പുരോഹിതരായില്ല, എല്ലാവർക്കും പ്രവാചകരാകാൻ അവസരം കൊടുത്തില്ല, എല്ലാവരെയും രാജകീയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നില്ല. കുറച്ചുപേർ രാജാക്കന്മാരായി, കുറച്ചുപേർ പുരോഹിതരായി, കുറച്ചുപേർ പ്രവാചകരായി, കുറച്ചുപേർ ദൈവാനുഗ്രഹത്തിൽ ഉൾപ്പെട്ടവരായി. അത് കണ്ട് ബാക്കിയുള്ളവർ നോക്കി നിന്നു. കേൾക്കുന്നുണ്ടോ പറയുന്നേ? പക്ഷെ പുതിയ നിയമത്തിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. ദാറ്റ് മീൻസ് ദൈവം പുതിയ നിയമത്തിൽ നമ്മളെ എല്ലാവരെയും സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആമേൻ. ദൂരെ നിന്ന് ദൈവകൃപയുടെ നുറുക്കുകൾ പ്രാപിക്കുവാനല്ല, സമൃദ്ധിയായ മേശയിലേക്ക് കയറുവാൻ യേശു നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു ചെറിയ പീസ് കിട്ടിയാൽ ഞാൻ പൊക്കോളാം. പക്ഷേ യേശു അവളെ പരിഗണിച്ചു. അവളോട് കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, തരാം. അങ്ങനെയല്ലേ അവിടെ കൊടുത്തേക്കുന്നേ. സത്യം പറഞ്ഞാൽ ദൈവവചനത്തിനകത്ത് എഫേസ്യ ലേഖനം നമ്മളോട് പറഞ്ഞു, ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ് എഫേസ്യർ 1:5 പ്രകാരം. അതുകൊണ്ട് വീട്ടിൽ കുട്ടിയായി മാറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾക്കകത്തൊരു വ്യക്തത വന്നിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഒരു സ്വഭാവം, അദ്ദേഹത്തിന് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചില സമയത്ത് മോനെ എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ എന്തോന്ന് വിളി കേട്ടിട്ടുണ്ട്. സത്യം. മോനെ, മോൻകുട്ടോ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിളി കേൾക്കും. പക്ഷേ നമ്മളെ അല്ല വിളിക്കുന്നത്. വിളിക്കുന്ന ആരെയാ? കൂട്ടിക്കിടക്കുന്ന പട്ടിയാണ് വിളിക്കുന്നത്. അപ്പം എത്ര പട്ടികളെ ഇണക്കിയാലും അദ്ദേഹത്തിന് തൃപ്തി വരാത്തൊരു പ്രകൃതി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നായ്ക്കളോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. അപ്പം മനുഷ്യനെ നായ എന്ന് വിളിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ ആരും പട്ടിയെന്ന് വിളിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എടാ പട്ടിയെന്ന് വിളിച്ചാൽ നമ്മൾ വേറെ വല്ലതൊക്കെ തിരിച്ചു പറയും.
എടി നായെന്ന് വിളിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ പറയും. അതിൻ്റെ മോളേന്ന് വിളിച്ചാലും നമ്മൾ പ്രതികരിക്കും, മോനേന്ന് വിളിച്ചാലും നമ്മൾ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഭാഷാപരമായി അതൊരു ചീത്ത വാക്കായി തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ യഹൂദരുടെ ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടിൽ തങ്ങളുടെ ജാതിയിൽപ്പെടാത്ത പുറജാതിക്കാരിയായ പ്രത്യേകിച്ചൊരു സ്ത്രീയും കൂടെയായ ഈ വ്യക്തി ഇവൾ ഈ പറയപ്പെടുന്ന പോലെ ഒരു തികഞ്ഞ പട്ടിയാണ് എന്നുള്ള ചിന്തയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ യേശു യഹൂദന്മാരുടെ അതിർത്തി വിട്ട് വെളിയിലോട്ട് ഇറങ്ങി എന്നുള്ളതാണ്. സോരിൻ്റെയും സീദോൻ്റെയും അതിർത്തിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സൊറഫൈനക്കാരിയായ സ്ത്രീയുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നത്. എൻ്റെ യേശു മനുഷ്യർ ഉണ്ടാക്കുന്ന അതിർത്തിക്കകത്തോട്ട് നടക്കുന്ന ആളല്ല കേട്ടോ, അതോർത്തോണം. ഞങ്ങളുടെ പോക്കറ്റിലാണ് കർത്താവ് എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ പറ്റത്തില്ല. യേശു മനസ്സ് വെച്ചാൽ അവൻ ആരുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരുടെ കാര്യത്തിലും അവിടുന്ന് ഇടപെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും അതിർത്തികൾക്കപ്പുറത്തേക്ക് വെളിപ്പെടുന്നതാണ്. അപ്പോൾ നായി എന്ന് നാട്ടുകാർ പേരിട്ട പേര് യേശു ഒന്ന് ഉച്ചരിച്ചു. അതിൻ്റെ അർത്ഥം കർത്താവ് അവളെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവൾ അന്നേരം കർത്താവ് തൻ്റെ യജമാനനാന്നുള്ള കാര്യം അംഗീകരിച്ചു. ഇന്ന് വായിച്ച സങ്കീർത്തനവും അതുതന്നെയാണ് പറയുന്നത്. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങളുടെ കണ്ണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളെ ആരെയും കാണത്തില്ല കേട്ടോ, ഇരുട്ടത്തായിരിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുന്ന പോലെ നിങ്ങളെല്ലാം ഇരിക്കുന്നത്. സ്റ്റേജിൽ ഷോ നടക്കുന്നു, അവിടെ ഇരുട്ടത്ത് എന്ത് ചെയ്യുന്നു? ഇരുന്ന് കാണുന്നു, കേൾക്കുന്നു. ഓക്കെ, അവിടെ ഇരുന്ന് കേൾക്ക്. അതുകൊണ്ട് എന്നെ വ്യക്തമായിട്ട് കാണാമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ യേശു ആ സ്ത്രീയെ ആ നിലയിൽ വിളിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലും ഒരു ചിന്ത വന്നു. കർത്താവും ഇവളെ പട്ടീന്ന് കരുതുന്നു, കർത്താവും ഇവളെ നിസ്സാരക്കാരിയായി കരുതുന്നു. പക്ഷേ യേശു അവളെ മകളേന്ന് വിളിക്കാനും കൂടെ മനസ്സ് കാണിച്ചു. ഈ കാര്യം ഓർത്തോണം. അതായത് പട്ടി എന്ന് വിളിക്കപ്പെടുന്നവൻ പുത്രനെന്നും പുത്രി എന്നും വിളിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ വിപ്ലവകരമായ മാറ്റമാണ് യേശു ഇവിടെ കൊണ്ടുവരുന്നത്. അവഹേളിക്കപ്പെടുന്നതിനെ ആദരിക്കുന്ന ദൈവപ്രവൃത്തിയാണ് കർത്താവ് ആ വഴിയിൽ തുടങ്ങിയത്. നിന്ദിക്കപ്പെട്ടവർ നീ കൂട്ടായ്മയിലുണ്ടോന്നേ? വായിലിരിക്കുന്ന സകലമാന കുന്നായ്മകളും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരങ്ങ് പറഞ്ഞാഘോഷിക്കുമ്പം എൻ്റെ ജീവിതം മാത്രം ഇത്രയും നാണം കെട്ട് പോയല്ലോ എന്നോർത്ത് വേദനിക്കുന്നവരുണ്ടോ ഇന്ന് ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ കേട്ടോ, ഒരാദരവ് ഒരുങ്ങുന്നുണ്ട്, ഒരു മാന്യത വരുന്നുണ്ട്. മനുഷ്യൻ നിന്ദിച്ച് ഒരു നാമവിശേഷമാക്കി ഇടുമ്പം അവിടെ നിന്നും കുപ്പേ കളഞ്ഞതിനെ ഒരു മാണിക്യം പോലെ എടുത്ത് അതിൻ്റെ കിരീടത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന ഒരു രാജാവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട്. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അംഗീകാരമില്ലാത്തവളെ ദൈവ കുടുംബത്തിലേക്ക് യേശു ദത്തെടുത്തു, മകളാക്കി മാറ്റി. പട്ടിയെന്ന് വിളിച്ചതിനെ മകളായിട്ട് തന്നെ ഉൾക്കൊണ്ടു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പട്ടിയോ പൂച്ചയോ ആടിനെയോ മോനേന്നോ മോളേന്നോ വിളിക്കുന്ന പോലെ അല്ല ഇവിടെ കർത്താവ് വിളിക്കുന്നത്. കർത്താവ് തൻ്റെ ബന്ധം തന്നെ സ്ഥാപിച്ചാണ് അവിടെ മകളായിട്ട് തന്നെ അംഗീകരിക്കുന്നത്. യേശുവിൻ്റെ വായിൽ നിന്ന് നിങ്ങളെ ഒരു തവണ മോളേന്നോ മോനേന്നോ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നായയല്ല, അവഗണിക്കപ്പെട്ടവരല്ല. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വിളി നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതാണ്. അത്രയും പറഞ്ഞത് നിർത്താം. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ മരണം നമുക്ക് നുറുക്കുകളല്ല, കർത്താവിനെ തന്നെ പൂർണ്ണമായി തന്നു. യേശുവിൻ്റെ ശരീരത്തിലെ ഒരു യൂണിറ്റ് ബ്ലഡ് അല്ല കർത്താവ് നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒരു യൂണിറ്റ് ബ്ലഡ് അല്ല കിട്ടിയത്, മുഴുവൻ രക്തവും തന്നു. ഓ ആമേൻ. നുറുക്കല്ലെന്ന് തന്നത്, പൂർണ്ണമായിട്ട് തന്നു. പ്രാണൻ തന്നു, ജീവൻ തന്നു, ശരീരം തന്നു, സൗഭാഗ്യങ്ങൾ തന്നു, പുത്രത്വം തന്നു, തേജസ് തന്നു, അധികാരം തന്നു, പരമാധികാരം നൽകി, അംഗീകാരം നൽകി, എല്ലാം തുറന്നു തന്നു. യേശു പറഞ്ഞു, ഞാൻ വാതില. എന്തു വാതില്? നിന്റെ മുമ്പിൽ ഇത്രയും കാലം അവജ്ഞ നിമിത്തം നീ തിരിച്ചു പോകേണ്ടി വന്ന നിലയിൽ എന്തെല്ലാം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അടഞ്ഞു കിടന്നോ അതൊക്കെയും തുറക്കുന്ന വാതിലാണ് ഞാൻ. ഒരാമേൻ പറഞ്ഞേ. സകലതും എനിക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ബ്ലോക്കുകളില്ല എന്നൊന്ന് പറഞ്ഞേ ഈ ആരാധനയിൽ. കർത്താവെ, എൻ്റെ നാക്കുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. യേശു വാതിൽ തുറന്നിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറ, എൻ്റെ ലൈഫിൽ ബ്ലോക്കുകളില്ല, യേശു തുറന്നിരിക്കുന്നു. ആമേൻ.
കർത്താവ് ആദ്യം ഈ സ്ത്രീയോട് മിണ്ടിയില്ല. അന്നേരം ശിഷ്യന്മാരാ മിണ്ടുന്നത്, അവളോടല്ല മിണ്ടുന്നത്. ദേ ആ പെണ്ണുമ്പിള്ള പുറകെ വരുന്നുണ്ട്, അവളെ പറഞ്ഞു വിട്. ചുമ്മാ പുറകെ ഒച്ചം വെച്ച് തരണേ 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 എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ ഒരു ശല്യമായിട്ട് വരിക, അവളെ ഒഴിവാക്ക്. കർത്താവ് മിണ്ടിയില്ല. യേശുവിൻ്റെ പുറകെ അവൾ വന്നു, യേശു മൈൻഡ് ചെയ്തില്ല. അങ്ങനെയല്ലേ എന്നത് എഴുതിയേക്കുന്നത്? മത്തായിലൂടെ വായിക്കുമ്പോൾ ഈ ഭാഗം അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. യേശു മിണ്ടാതിരുന്നു. ദൈവമക്കളെ, ദൈവം മിണ്ടാതിരിക്കുമ്പോൾ എന്നാ ചെയ്യണം? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ. നിങ്ങളോട് എന്നും മിണ്ടുന്ന ഒരാൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങളുടെ മൗള് മിണ്ടിയില്ലെങ്കിൽ, മോൻ മിണ്ടിയില്ലെങ്കിൽ, ഹസ്ബൻഡ് മിണ്ടിയില്ലെങ്കിൽ, വൈഫ് മിണ്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും? ആ വിഷമം വരുമ്പോൾ എന്നാ ചെയ്യും? കരഞ്ഞ് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യും? അങ്ങോട്ട് കയറി അവർ മിണ്ടുന്നില്ലെങ്കിലോ പിന്നെ അവർ നമ്മുടെ പുറകെ വരണം, നമ്മളെ മിണ്ടിക്കണമെങ്കിൽ. നിങ്ങളുടെ ചിരി കുറേ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടൊരാൾ മിണ്ടിയില്ലെങ്കിൽ നിനക്ക് അത്ര വലിയ തനക്കനമാണെങ്കിൽ നീ അങ്ങ് തലേ ചുമ്മാട് കെട്ടി ചുമന്നു പോകും. എനിക്കിപ്പോൾ നിന്നോട് മിണ്ടാൻ സൗകര്യമില്ല എന്നും പറഞ്ഞ് നമ്മളതിൻ്റെ ഇരട്ടി മുഖം വീർപ്പിച്ച് എന്ത് ചെയ്യും? നടക്കും. കർത്താവ് മിണ്ടാതായാലോ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് പിടിക്കും. കർത്താവേ, യേശുവേ, വല്ലോ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്തേക്ക്, ഒന്ന് ക്ഷമിച്ച് കളഞ്ഞ്. എന്നിട്ട് ഒക്കുന്നില്ലെങ്കിലോ കർത്താവേ കർത്താവേ. പിന്നെ നമ്മൾ തീരുമാനിക്കും നമുക്കൊരു 2 നേരത്തെ ഫുഡ് അങ്ങ് ഒഴിവാക്കിയിട്ട് ഒന്നുകൂടി വിളിച്ച് നോക്കാം. നമ്മൾ ആരും അറിയാതെ രഹസ്യത്തിലൊരു ഫാസ്റ്റിങ് നമ്മൾ തട്ടിക്കൂട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്നാലും രാവിലെ 11 മണി വരെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഉച്ച വരെ ഒന്ന് നോക്കിയാൽ ഉച്ചക്കത്തെ ഫുഡും കൂടെ എടുത്താൽ. പണ്ടൊരു കുറുക്കൻ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ അവൻ ഓടി മൃഗങ്ങളെ കിട്ടാൻ വേണ്ടി. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു മുയലിനെയും കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു, ഒരു എലിക്കുഞ്ഞിനെയും ഒന്നിനും കിട്ടിയില്ല. അന്നേരം അവൻ തീരുമാനിച്ചു, ശരി ഇന്നങ്ങ് എന്ത് ചെയ്തേക്കാം, ഉപവസിച്ചേക്കാം. അന്നേരം അവൻ്റെ മുമ്പിൽ ദൈവം ഒരു മുയലായിട്ട് വന്നു. അപ്പം പിടിച്ചില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴേക്കിനും അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് തീരുമാനിച്ച കുറുക്കൻ എന്ത് ചെയ്തു? വേണ്ടുന്നില്ലല്ലോ. അവൻ അന്നേരം ആ ഫാസ്റ്റിംഗ് അങ്ങ് മാറ്റി വെച്ചു. പണ്ട് നമ്മുടെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു സംഭവമുണ്ട്. 2 പേര് ചൂണ്ടയിടാൻ പോയി. ചൂണ്ടയിടാൻ പോയപ്പം അവൻ എത്ര നേരം ചൂണ്ടയിട്ടിട്ടും എന്ത് ചെയ്തില്ല, ഒന്നും കിട്ടിയില്ല. അന്നേരം അവനൊരു തീരുമാനം എടുത്ത് ചൂണ്ട കൈപ്പിടിച്ച്, ഇന്നാദ്യം കിട്ടുന്ന മീൻ ദൈവത്തിന് ഞാനതെന്ത് ചെയ്യും, പാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ പിടിച്ച ആദ്യത്തെ മീനാണെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, അന്നേരം ചൂണ്ട പിടിച്ചു, കർത്താവ് എനിക്ക് ആദ്യം കിട്ടുന്ന മീനെ ഞാൻ നിനക്ക് തരും. അങ്ങനെ ഇപ്പോൾ വലിയൊരു മീൻ കൊത്തി. അവൻ ആ മീനെ പിടിച്ച് എന്ത് ചെയ്തു, കൊട്ടയ്ക്കകത്തോട്ടിട്ടു. ഈ കൊട്ടയ്ക്കകത്തോട്ടിട്ട് 2ാമത് കിട്ടുന്ന മീൻ എനിക്ക്, ഈ 2ാമത് കിട്ടുന്ന മീൻ എനിക്കെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു മീൻ കൊത്തി. അപ്പോൾ ആ മീനെ കൂടെ പിടിച്ച് എന്ത് ചെയ്തു, എന്നിട്ട് 3ാമത് ചൂണ്ടയിട്ടു. അന്നേരം ചിന്തിച്ചു, ദൈവത്തിന് ഇപ്പം മീൻ കൂട്ടാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിനിപ്പം മീനെ കൊണ്ട് എന്നെ ചെയ്യാനാ? ദൈവത്തിനിപ്പം മീൻ്റെ ആവശ്യമുണ്ടോ? എന്തായാലും ആട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും ഈ കൊട്ടയ്ക്കകത്ത് പിടിച്ചിട്ട് അതുവരെ അനങ്ങാതെ കിടന്ന മീൻ ഒരൊറ്റ അനക്കം. കൊട്ടം പറഞ്ഞു, ചെറിയ മീൻ പുറകെ, വലിയ മീൻ മുൻപേ, 2 എടുത്തങ്ങോട്ടൊരു ചാട്ടം. പറഞ്ഞ ചൂണ്ടക്കാരൻ, എൻ്റെ കർത്താവ് ഒരു തമാശ പോലും പറയാൻ സമ്മതിക്കല്ലേ? അന്നേരത്തിന് നീ അതൊക്കെ കാര്യമായിട്ട് എടുത്തോ? ഒരു ചെറിയ തമാശ പോലും പറയാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ. അന്നേരത്തിനൊക്കെ കാര്യമാക്കി എടുത്തു. പിന്നെ ചൂണ്ടയായിട്ട് വീട്ടിൽ പോകേണ്ടതൊന്നും ഒന്നും കിട്ടിയില്ല. മിണ്ടാതെ വരുമ്പോൾ നമ്മളെല്ലാം പിണങ്ങും. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, യേശു ഈ ഭാഗത്ത് മിണ്ടിയില്ല. ഭൂതം പുറത്തു പോയതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. യേശു പെട്ടെന്ന് പ്രതികരിച്ചില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് തിളച്ച എണ്ണയിലെ പപ്പടമാകുന്ന ദൈവപ്രവൃത്തികളാണ്. അങ്ങോട്ടിട്ടാ പറഞ്ഞേ, അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരണം, ഇപ്പം എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. കുഴപ്പമൊന്നുമില്ല, ഞാനും ഇത് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ഭയങ്കര ഒന്നുമില്ല, നിങ്ങളെക്കാളും പോക്കാണ് എൻ്റെ കാര്യം. അപ്പം നമ്മളും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവം നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കും, അത് വേറെ കാര്യം. ഞാൻ നിങ്ങളുടെ കാര്യമില്ല, എൻ്റെ കാര്യമാണ് പറഞ്ഞേ.
അപ്പോൾ നമ്മളങ്ങോട്ട് പെട്ടെന്ന് മുട്ടിപ്പാട്ട് പിടിക്കുന്നു പറഞ്ഞാൽ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, തരത്തില്ല. അപ്പം ഈ ദൈവത്തിൻ്റെ നിശബ്ദത പലപ്പോഴും നമ്മളെ അങ്ങ് വല്ലാതെ സങ്കടപ്പെടുത്തും. ഉടനെ വാതിൽ തുറക്കുന്നില്ല, പെട്ടെന്ന് അത്ഭുതം നടക്കുന്നില്ല, പെട്ടെന്ന് ആ കാര്യം ഒക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ആ കാര്യം നടക്കുന്നില്ലല്ലോ, ഈ കാര്യം നടക്കുന്നില്ലല്ലോ, നീ എന്താ ഇടപെടാത്തെ എന്നൊക്കെയുള്ള സാഹചര്യം വരും. ഈ ലാസർ ഉയർക്കുന്നതിന് മുമ്പ് ഒരു 4 ദിവസം കർത്താവ് വെയിറ്റിംഗ് പീരീഡ് വെച്ചു. കുറച്ചുകൂടെ ചെയ്യട്ടെന്നും പറഞ്ഞല്ല, മഹത്വം ഒന്നുകൂടെ ഒന്ന് വെളിപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കർത്താവ് കിടന്നങ്ങ് ഉറങ്ങി. തട്ടി എഴുന്നേപ്പിച്ചിട്ട് ഞങ്ങൾ കുറേ അവിടെ ചാകാൻ തുടങ്ങുക. അന്നേരം കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണോ? നമ്മൾ വീട്ടിലുള്ളവരോട് പറയത്തില്ലേ, ഞാൻ ഒരാളവിടെ കിടന്ന് കഷ്ടപ്പെടുക. ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, യേശു മിണ്ടാതിരുന്നാലും അവൻ കേൾക്കുന്നുണ്ട്. ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ സ്ത്രീ കാത്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ യേശുവിനെ മഹത്വം കണ്ടു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നിശബ്ദത നിരാകരണമല്ല, ശക്തമായൊരു അനുഗ്രഹം ഒരുങ്ങി വരുന്നതിൻ്റെ മുന്നൊരുക്കമാണ്. ദൈവം നിങ്ങളോട് സൈലൻ്റ് ആയിരുന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ റിജക്റ്റ് ചെയ്തു എന്നല്ല, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. ആമേൻ. അവൾ എന്ത് ചെയ്തു? അവൾ യേശുവിൻ്റെ പുറകെ തന്നെ നിന്നു. മിണ്ടാത്ത ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു കൃപ വേണം. ഞാൻ ഈ പറയുന്നത് അടുത്തിരിക്കുന്നവരോട് കേട്ടോന്ന് ചോദിച്ചേ. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് ചൂട് കൂടുതലാണ്, വേർക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇങ്ങനെ ചൂട് പിടിച്ച അന്തരീക്ഷത്തിലാണ് പഴയ നിയമത്തിലെ ശുശ്രൂഷകളെല്ലാം നടന്നത്. തീ പോലെ ഇറങ്ങണേന്ന് മുമ്പേ പാടിയില്ലേ, അതിറങ്ങി. അഗ്നി പോലെ ആകണമെന്ന് പാടിയില്ലേ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് ഇച്ചിരി വെന്തോ കുഴപ്പമില്ല. ഓക്കെ, എന്നോട് പിണക്കമൊന്നും തോന്നരുത്. ഈ ഒന്നാമതെ മരുഭൂമി, ആ കൂടെ തീജ്വാല, അതിനടുത്തോട്ടാണ് ചെയ്യുന്നത്. ഇതെന്തോന്ന് കാണാൻ ഇച്ചിരി ചൂടൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ ഇപ്പോൾ വിടും, പാസ്റ്റർ പെട്ടെന്ന് പ്രസംഗം നിർത്തുമെന്നൊന്ന് പറഞ്ഞേരെ. ആയിക്കോട്ടെ, ശരി. ഹല്ലേലൂയ. അടുത്ത ആഴ്ച കട കൂടെ തുറന്നാൽ പിന്നെ സമാധാനമാണ്. ദിലീപ് ബ്രദർ എന്നോട് പറയും, പാസ്റ്ററെ ഇച്ചിരി കൂടുതൽ പ്രസംഗിക്കണേ, അവർക്ക് നന്നായിട്ട് വിശക്കട്ടെ. കാരണം ബോണ്ടായും കാപ്പിയും കുടിക്കേണ്ട ഒരു ചോറുണ്ടിട്ട് പൊക്കോളൂല്ലോ. ഓക്കെ, അപ്പം അവൾ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നില്ല. കുഞ്ഞ് വീട്ടിൽ രോഗിയായിട്ട് കിടക്കുക. അവൾ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നില്ല. അവൾ പിശാചുമായിട്ട് സംസാരിച്ചുമില്ല. ചിലർ ചോദിക്കും, നീ ആരാ, നീ എവിടുന്ന് വന്നു, നീ എന്തിനു വന്നു, ആരാ നിന്നെ അയച്ചേ, എന്താ നിൻ്റെ ഉദ്ദേശം? ഉടനെ പ്യായി പറയും, ഞങ്ങൾ 5 പേരാ. ഉടനെ ഇവിടുന്ന് പറയും, അല്ല നിങ്ങൾ 8 പേരുണ്ട്. പിന്നെ കണക്ക് പറഞ്ഞൊരു കളി, ഗുണനപ്പട്ടികയുടെ ഒരു കളി. ഈ വക ചോദ്യത്തിനൊന്നും ആ സ്ത്രീ മെനക്കെട്ടില്ല. അവൾ നേരെ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. സാത്താൻ പറഞ്ഞത് കേട്ടില്ല. ഭൂതവുമായിട്ട് അവൾ മുട്ടാൻ നിന്നില്ല. അവൾ ഇരുട്ടിനെ പേടിച്ചില്ല. അവസ്ഥയ്ക്കകത്ത് കർത്താവ് തന്നെ നിരാകരിക്കുന്നുള്ള സാഹചര്യത്തെയും അവൾ അവഗണിച്ചു. അവൾ യേശുവിനെ തേടി, അവൾ യേശുവിൻ്റെ കൂടെ നിന്നു. ഞാനൊന്ന് നിങ്ങളോട് പറയാം, ദൈവ ഉത്തരം തരുന്നില്ലേലും നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ജയാളിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരം കാണുന്നില്ല എങ്കിലും നീ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, നിന്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു ഡോർ ഓപ്പൺ ആകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, തീ വരുന്നില്ല, മഴ പെയ്യുന്നില്ല, മാറ്റം ഉണ്ടാകുന്നില്ല, ഒന്നും നടക്കണ്ടെന്നേ. നിന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു എന്നുള്ളത് നീ ദൈവത്തിൻ്റെ പ്ലാനിനകത്താണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. മാറ്റം ഉണ്ടെങ്കിലും ഇല്ലേലും പ്രാർത്ഥിക്കുക. സാഹചര്യം ചേഞ്ച് ആയാലും ഇല്ലേലും പ്രാർത്ഥിക്കുക. മഴ പെയ്താലും പെയ്തില്ലേലും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ദൈവം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഞാനതെപ്പോഴും പറയും. ആമേൻ. പലരും പ്രശ്നത്തെ പഠിക്കുന്നു, പലരും ശത്രുവിനെക്കുറിച്ച് പഠിക്കുന്നു, ബന്ധനത്തിൻ്റെ എണ്ണം എടുക്കുന്നു, അവർ ചെയ്തേക്കുന്ന കെട്ട ഏതാണെന്ന്. നോ, നമുക്ക് യേശുവിനെ നോക്കാം, നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, യേശുവിനെ അല്പം കൂടെ മനസ്സിലാക്കുക. അടുത്തിരിക്കുന്നിടത്ത് പറഞ്ഞേ, ദൈവത്തിൻ്റെ നിശബ്ദതയിലും അല്പം കൂടെ കർത്താവിനെ മനസ്സിലാക്കാം. നമുക്കൊറ്റ കാര്യം മാത്രം ചെയ്യാം, നമുക്ക് ഈശോയുടെ യേശുവിനെ മനസ്സിലാക്കാം, യേശുവിനെ മനസ്സിലാക്കാം. അവൾ യേശുവിൻ്റെ കൂടെ തന്നെ നിന്നു, യേശുവിൻ്റെ പുറകിൽ തന്നെ നിന്നു. കൂടെയുള്ള 12 പാസ്റ്റർമാർ അവരെ കളിയാക്കി. അവളെ ആ 12 ഉപദേശിമാരുടെ വാക്കും അവൾ കൂട്ടാക്കിയില്ല. കർത്താവിൻ്റെ വായിൽ നിന്നും നായെന്നുള്ള വിളിക്ക് സമാനമായൊരു പ്രഖ്യാപനം വരുന്നത് പോലെ തോന്നി. അവൾ ചേർന്ന് നിന്നു, കാര്യങ്ങൾ മാറി. ആമേൻ.
നിരാശപ്പെടുത്തുന്നത് വരുന്നുണ്ടെങ്കിൽ പ്രത്യാശയ്ക്ക് അപ്പുറമുള്ളത് സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. അവഗണിക്കപ്പെടുന്നത് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ദൈവം ഒരുക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. യേശു പറഞ്ഞ വാക്ക്, യേശു അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വാക്കും പറഞ്ഞില്ല. ശിഷ്യന്മാർ ലാസ്റ്റ് പറഞ്ഞു, അവളെ പറഞ്ഞയക്കണമേ. വിടുതൽ കൊടുത്ത് പറഞ്ഞയക്കാൻ പറഞ്ഞു. കർത്താവ് അപ്പോഴാണ് പറയുന്നത്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായത്. പക്ഷേ ഈ നടക്കത്തില്ല എന്ന നിലയിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയും. പണ്ട് മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങയൊന്ന് കാണണം. ശ്രദ്ധിച്ച് കേൾക്കണേ, എനിക്ക് അങ്ങയൊന്ന് കാണണം. കർത്താവിനെ കാണാൻ കൊതിയുണ്ടോ? ദുൽഖർ സൽമാനെ കാണാൻ ഞാൻ ആന്ധ്രയിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചു, യേശുവിനെ കാണാൻ കൊതിയുള്ളൊരു കൈ പൊക്കാൻ പറഞ്ഞു. കുറച്ച് പേര് കൈ പൊക്കി. അത് ഇപ്പം ഞാൻ പറഞ്ഞു, രാംചരണിനെ കാണാൻ ആഗ്രഹമുള്ളൊരു കൈ പൊക്കാൻ പറഞ്ഞു. അതിനും കൈ പൊക്കി. അവർക്ക് രണ്ടിനും താല്പര്യമായിരുന്നു. ആമേൻ. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല, കാണാൻ പറ്റത്തില്ല. ദൈവമോ പറഞ്ഞ അസാധ്യമാണെന്ന്. പക്ഷേ മോശ പുറകോട്ട് പോയില്ല. ഈ മൽപ്പിടുത്തം നടത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിനോട് പറഞ്ഞു, നേരം വെളുത്ത് എന്നെ ഇവിടെ എനിക്ക് പോകണം. യാക്കോബ് എന്നാ പറഞ്ഞേ? ഈ ദൈവിക രാജ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതിനങ്ങ് അനുഗ്രഹിക്കാനാണ് വന്നേക്കുന്നത്. എന്നാലും നമ്മളെ ഈ സദ്യക്കും ഈ ചോറുണാനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലിരിക്കുമ്പോഴേ അവർ നമ്മൾ ഇച്ചിരി ചോറ് പറഞ്ഞാൽ നമ്മൾ പറയും, വേണ്ട 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 വേണ്ട, 1.5 തവിയിട്ടാലും കഴിക്കുകയും ചെയ്യും. ഇച്ചിരി ബീഫ് ഫ്രൈ, അയ്യോ വേണ്ട 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 വേണ്ട, അതിടും, അത് കഴിക്കുകയും ചെയ്യും. വേണ്ടാന്ന് പറഞ്ഞാലും വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ആ ട്യൂണ് കേൾക്കുമ്പോൾ അറിയാം ഇത് വേണ്ടിയിട്ടാണോ വേണ്ടാഞ്ഞിട്ടാണോ എന്നുള്ളത്. നേരല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ വിളമ്പിയിട്ടുമുണ്ട്, അങ്ങനെ വിളമ്പുന്നിടത്തുനിന്ന് കഴിച്ചിട്ടുമുണ്ട്. നേരല്ലേ? പിന്നല്ല. അപ്പം എന്നെ ഇവിടെ എനിക്ക് പോകേണ്ടിയിട്ടാണോ പറഞ്ഞേ? അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ വന്നതാ. ഇവൻ്റെ പിടുത്തം ഒന്നുകൂടെ മുറുക്കാൻ വേണ്ടി പറഞ്ഞതാ. അടുത്തിരിക്കുന്നവർ പറഞ്ഞ് പിടുത്തം ഒന്നുകൂടെ മുറുക്കാൻ വേണ്ടി പറഞ്ഞതാ. അത്രയുള്ള എൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. നമ്മളെ ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടിയേ പരിപാടി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സാത്താൻ 2 ഡാൻസ് കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് നിങ്ങളെ ഇട്ട് പന്താടാൻ വേണ്ടിയല്ല. അവൻ്റെ കുച്ചിപ്പിടി നിർത്താൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തുന്നതിൻ്റെ പരിപാടിയുടെ ഭാഗമാണ് അത്. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ എന്നെ ഇവിടെ എനിക്ക് പോകണം, എന്നെ ഒരു മനുഷ്യനും കാണാൻ പറ്റത്തില്ല. മോശ പറഞ്ഞു, ഞാൻ മാറത്തില്ല, ഞാൻ അങ്ങനെ ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണം? അങ്ങേ കാണണം. ശരി, എന്നാൽ കയറി പോരാൻ പറഞ്ഞു. അപ്പോൾ പുറകോട്ട് പോകാത്തവന് വേണ്ടി ഒരു പ്രത്യേക പരിപാടി ഇവിടെ ഉണ്ട്. അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും പിണങ്ങിപ്പോകാത്തവർക്ക് വേണ്ടി ഒരു വലിയ പരിപാടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നു, ചർച്ചിൽ വരുന്നു, ശുശ്രൂഷ കേൾക്കുന്നു, കൂട്ടായ്മയിലായിരിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. വിഷമിക്കേണ്ട, നല്ലതൊന്നും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. വെടിപ്പുള്ളൊരു അനുഗ്രഹം നിങ്ങളുടെ പേരിൽ എഴുതപ്പെടുന്നുണ്ട്. ശക്തമായൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. ദൈവമക്കളെ, യേശുവിനോട് മിണ്ടുന്നതും യേശുവിനോട് പറയുന്നതും കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ള നിലയിൽ ഇരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. യേശു ചലിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും നമ്മൾ കർത്താവിൽ തന്നെ സ്റ്റേബിളായി നിൽക്കുന്നതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു നിർത്താം. ക്രൂശിലെ കള്ളൻ, ആ ചേട്ടൻ എന്നാ ചെയ്തേ? പറഞ്ഞേ. പുള്ളി ആർക്കും ട്രാക്റ്റ് കൊടുത്തില്ല, പുള്ളി ഒരു ഫാസ്റ്റിംഗ് പ്രയറിനും പോയില്ല, പുള്ളി എങ്ങും ചെന്ന് കൈകൊട്ടിയില്ല, ഒരു ഉപദേശിക്കും സ്വോത്ര കാഴ്ച കൊടുത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അങ്ങേര് ഇതിലേതെല്ലാം ചെയ്തോ? ഒന്നും ചെയ്തില്ല. കാട്ടിക്കൂട്ടിയതൊക്കെ എന്നതാ? തോന്നിവാസങ്ങൾ. അവന് വിശുദ്ധ ജീവിതമില്ല, അവന് നല്ല പ്രവൃത്തിയില്ല, അവന് സമയമില്ല, അവന് യോഗ്യതയില്ല. പക്ഷേ അവൻ യേശുവിനെ ഒരു പിടി അങ്ങ് പിടിച്ചു. അവൻ യേശുവിനെ ഒരു പിടി അങ്ങ് പിടിച്ചു. എല്ലാവരും അതങ്ങ് പറഞ്ഞുതരാം. അവൻ യേശുവിനെ ഒരു പിടുത്തം പിടിച്ചു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കർത്താവിനെ പിടിക്കേണ്ട നേരത്ത് നിൻ്റെ യോഗ്യത സർട്ടിഫിക്കറ്റുമായിട്ട് വരിക എന്ന് പറയുന്ന വില്ലേജ് ഓഫീസറല്ല എൻ്റെ യേശു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
ചില കാര്യത്തിന് ചെല്ലുമ്പോൾ നിങ്ങൾ ആരാ എന്താന്ന് ചോദിക്കുന്ന ചോദ്യമൊന്നും ഇവിടെ ഇല്ല. കയറിപ്പിടിക്കാൻ തയ്യാറാണെങ്കിൽ ആ പിടുത്തത്തിൽ നിന്ന് തരുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, നീ എന്നാ തല്ലിപ്പൊളിയാണേലും, ശ്രദ്ധിച്ച് കേട്ടോ, നീ എന്നാ തല്ലിപ്പൊളിയാണേലും കർത്താവിനെ വിട്ടു പോകാൻ തയ്യാറല്ല എങ്കിൽ, പിന്മാറാൻ മനസ്സില്ല എങ്കിൽ, എൻ്റെ പൊന്നെ, ഇന്ന് പൊന്നുകൊണ്ടുള്ള പുളിശ്ശേരി നിനക്കാ വിളമ്പാൻ പോകുന്നേ. പ്രൈസ് ദ ലോർഡ്. അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേര്, കൂടുതൽ യോഗ്യതാ മാനദണ്ഡങ്ങളൊന്നും തപ്പാൻ നിൽക്കണ്ട, കർത്താവിനെ നോക്കുക. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ദൈവമേ അത്ര നന്നായിട്ടില്ല, ശരിയാകണ്ട. കർത്താവ് ശരിയാക്കിക്കോളും, എല്ലാം അവൻ നോക്കിക്കോളും. നമ്മൾ നിർത്തുക. ഇന്നത്തെ മീറ്റിങ്ങിൽ ഇത്രയും മതി. ഒറ്റ കാര്യമേ മനസ്സിലായി, ദൈവത്തിൻ്റെ നിശബ്ദതയിൽ ദൈവം എവിടെ? എൻ്റെ കൂടെയാണ്. കർത്താവിനെ ഞാൻ പിടിക്കുന്ന സമയത്ത് ദൈവം കുതറി മാറാൻ ശ്രമിക്കുമ്പോഴും അതിനെന്നെ ദൈവം റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കലല്ല. പിന്നെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ ഉഷാറാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നാ പ്രശ്നമാണേലും ഇന്ന് ഞാനൊരു പിടിക്കും, ഞാനൊന്ന് കയറി പിടിക്കും. എൻ്റെ കാര്യം ഞാൻ നേടിയിട്ടേ പോകത്തുള്ളൂ. കേൾക്കുന്നുണ്ടായി പറയുന്നത്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് റിജക്ഷനും ദൈവസന്നിധിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. പ്രാർത്ഥിക്കാൻ മൂഡില്ലായിരിക്കും, ആ മൂഡിനോട് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരാൻ പറ, ഞാൻ തൽക്കാലം പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ മൂടുണ്ടായിക്കോളും. പാടാൻ ഇപ്പോൾ ഒരു മൂഡില്ല, പാടി നോക്ക്, മൂഡ് വന്നോളും. സ്തുതിക്കാനൊരു മൂഡില്ല, ചുമ്മാ അങ്ങ് സ്തുതിക്ക്, മൂഡ് വരും. വിശ്വസിക്കാൻ മനസ്സില്ല, ആര് പറഞ്ഞു മനസ്സില്ലെന്ന്? അങ്ങ് വിശ്വസിക്ക്, കാര്യം നടക്കും. അതിന് ഞാൻ വലിയ പുള്ളിയാകണ്ട, ഞാൻ പിൻഗമിക്കുന്നവൻ ആരാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് അല്പം കൂടെ യേശുവിനെ സൂക്ഷ്മതയോടെ നോക്കാം. സിമ്പിൾ. ഇന്നത്തെ ദൂതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസോ നിങ്ങളുടെ യോഗ്യതകളോ മാനദണ്ഡമാക്കി ഒരു വിടുതൽ ഡിസൈൻ ചെയ്യരുത്. നിങ്ങൾ യേശുവിനെ അല്പം കൂടെ ആഴത്തിൽ അറിയാൻ തയ്യാറാകുക. നമ്പർ 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ലെന്ന് വരാം. ആത്മമണ്ഡലം തുറക്കുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒന്നും വെളിപ്പെടുന്നില്ല. ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്പർ 3, ദൈവമേ നീ പ്രവർത്തിക്കുമോ? കൂടെയുള്ളവരൊക്കെ അതും ഇതും പറയുന്നു, റിലാക്സ്ഡ് ആയിരിക്കുക. നീ വന്നേക്കുന്നത് യേശുവിൻ്റെ അരികിലാണെങ്കിൽ നിന്നെ അവർ കാണുക മാനിച്ചിരിക്കും. നമ്പർ 4, കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്ന നിങ്ങൾക്ക് ആദ്യം തിക്താനുഭവങ്ങൾ പോലെയുള്ള ചില സാഹചര്യങ്ങൾ വരും. അതിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിൻ്റെ വിശ്വാസം വലുതെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ നടുവിൽ യേശു വന്ന് നിൽക്കുന്നു, അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. ശമന ജഗന്ധര ദീപൽ കരാധര ഉർധന ജാഫിസ് ബല റുവീനി അംദൽ ഖനാഥനെ റേഹസ്മനേദിയ. ദൈവം എന്നെ കൈവിട്ടോ? കർത്താവെ, എന്താ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി ദൂരെയല്ല, യേശുവിൻ്റെ ചെവിയിൽ വർത്താനം പറയുന്ന അത്ര അടുത്ത് ഞാൻ ആ കനാന്യ സ്ത്രീയെപ്പോലെ യേശുവിൻ്റെ നിയറസ്റ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം തൊട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓ ജീസസ്, ദൈവത്തിൻ്റെ ആത്മാവ് ചിലർക്ക് വേണ്ടി ഇന്ന് വാതിലുകളെ തുറക്കുകയാണ്. നിരാശകൾ മാറട്ടെ, സന്തോഷം നിറയട്ടെ, ഉള്ളിലുള്ള എല്ലാ മനോവ്യഥകളും അല്പനേരത്തേക്ക് മാറിപ്പോകട്ടെ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു നമ്മളെ തൊടാൻ പോവുകയാണ്. കർത്താവിൻ്റെ സാമീപ്യം നമ്മളെ സ്പർശിക്കാൻ പോവുകയാണ്. ബലഹീനതയിൽ ബലം നീയേ, രോഗം വരുമ്പോൾ സൗഖ്യം നീ, എനിക്കെല്ലാം നീയേ. യേശുവേ രക്ഷകനേ,
യേശുവേ പൊന്നുരക്ഷകനെ ഞാൻ വാഞ്ചിച്ചിടും. വ്യത്യാസങ്ങൾ സംഭവിക്കും. ഈ മണിക്കൂറുകളിൽ അത്ഭുതങ്ങളുണ്ടാവും. ദീപാന ഹതന റഗൽ ഖനാദന. ജീസസ്. മഞ്ജു ടീച്ചറിൻ്റെ പേര് എമ്മിലല്ലേ തുടങ്ങുന്നത്? ജീസസ്. ഈ എം എന്ന ആൽഫബറ്റിൽ പേരാരംഭിക്കുന്നവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. ഇന്നീ കൂടെ വന്നേക്കുന്നേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. ഞാൻ നിങ്ങളോട് കര ഉയർത്താൻ പറഞ്ഞതിൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ കാണുന്നൊരു കാഴ്ച നിങ്ങളുടെ പേരാണ്. ജീസസ്. നമ്മൾ ഈ മഞ്ജു, മനോജ് എന്നൊക്കെ എഴുതുന്ന പോലെ തന്നെ ആ പേര്, അതിൽ ഈ എം എന്ന് പറയുന്ന ആൽഫബറ്റ്, ആ ആൽഫബറ്റ് മാത്രം അത് തിളങ്ങുക, വല്ലാതെ തിളങ്ങുക. അതങ്ങ് തിളങ്ങി അങ്ങ് ശരിക്കും അതിൽ നിന്ന് പ്രകാശം പുറത്തോട്ട് വരിക. ഇന്ന് പകൽ നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി തുടങ്ങാൻ പോവാണ്. നിങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ പേരിനകത്തൊരു ദൈവിക ഇടപെടൽ പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നു. റമനാലകസ്വനദികശവനയാന്തന. ഇത് മഞ്ജു, അത് ആൻ്റെ മറിയാമ്മ എന്നല്ലേ ആൻ്റെ ഒഫീഷ്യൽ നെയിം. ആ കൈവൊക്കെ ചേച്ചിയുടെ പേര് മിനി. പുറകെ നിൽക്കുന്ന സിസ്റ്റർ പേര് കങ്ങഴക്കാരി സിസ്റ്ററെ മായ. പുറകെ നിൽക്കുന്നവർ മറിയാമ്മ ആൻറ്റി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ആ പേരിൽ എൻ്റെ പേര് മാറുന്നു. നായ എന്ന് വിളിച്ചവൾ മകളായി മാറിയ പോലെ നിങ്ങളുടെ പേരിനകത്തൊരു ചേഞ്ച് ദൈവം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. പേരെങ്ങനെ സിസ്റ്ററുടെ? മിനി. ഇവിടെ എല്ലാം മിനിമാരാണല്ലോ. ഹല്ലേലൂയ. ചേട്ടൻ്റെ പേരെന്നാ? മാത്യു. ഹല്ലേലൂയ. പുറകില് ആ മിനിയാൻറ്റി. ഇവിടെ മിനി നിൽക്കുന്നു. പ്രാർത്ഥിച്ചേ. ആ പേരാണ് ഒരു മിറാക്കിളാകുന്നത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ആ ഒരു ആൽഫബറ്റ് നമ്മളെ കാണിക്കുന്നത് വെറുതെ അല്ല. ഷമാന ഹസ്ബന ദിരരകൽ കനാദിനിയ. ഞാൻ ഒന്ന് പറയാം ഇതിനകത്ത്. നിങ്ങൾ ഇത്രയും ഈ കരം ഉയർത്തി നിൽക്കുന്ന ഇത്രയും പേരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് അതിതീവ്രമായ നിന്ദയുടെ വക്കില, പക്ഷെ ദൈവം അത് മാറ്റാൻ പോവാണ്. ശക്തമായ മാന്യത അത് തുറന്നു വരാൻ പോകുന്നു. കർത്താവ് അതിനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. ഷബാലലഗംധനരഗസ്മനദിയ. ഞാനൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സ്വപ്നത്തെക്കുറിച്ച്. ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത, ഈ തലയും കാലുമൊക്കെ ചിതലെടുത്തതുപോലെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദ്രവിച്ചു പോകുന്നത് പോലെയുള്ളതായ എന്തോ ഒരു ഭീകരമായൊരു ഡ്രീം ഈ കൂട്ടത്തിൽ ആരോ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വിധത്തിൽ ഒരു ഭയാശങ്ക നിറഞ്ഞതായ ആ സ്വപ്നത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ സുറഫോനിയക്കാരി സ്ത്രീയുടെ വീട്ടിൽ വ്യാപരിച്ച ബാധ പൊട്ടി മാറിയതുപോലെ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഭീതി വിതയ്ക്കുന്ന വിധത്തിൽ ആ ഡ്രീം കണ്ടിട്ട് വന്നിരിക്കുന്ന ഒരു കൈ പൊക്കിക്കേ. ജീസസ്. എന്നാ സ്വപ്നം കണ്ടേ ആ നിലയിൽ? ഇതെന്നാ കണ്ടേ? ആ വെള്ളി. പ്രൈസ് ലോർഡ്. കർത്താവ് ആ ബാധ ഒഴിക്കുവാൻഡി. വേറെ പുറകിൽ ആ കര ഉയർത്തിയവര് എന്തുവാ ചേച്ചി? ഒന്ന് ചോദിക്കാവോ? ഒന്ന് പ്ലീസ് ഒന്ന് ചെല്ലാവോ? അല്ലല്ല, ഞാൻ പറഞ്ഞ ഡ്രീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ്രവിച്ചു പോകുന്നത് പോലെയുള്ള, പറഞ്ഞ മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോകുക, ചിതലെടുത്ത് കളയുക, ഈ വിധത്തിലുള്ളതായ ബാധാദോഷങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത്. ഞാനിനിയും മൂന്നാമതൊരു കാര്യം പറയാം. ഈ നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് താഴെ
സ്കിന്നിലുള്ളതായ കളർ ചേഞ്ചസ്, അതായത് അത് ഈ വെള്ളപ്പാണ്ടൊക്കെ വരികയല്ലേ, പുള്ളി വരികയല്ലേ, ആ വിധത്തിൽ കാലിന് മുട്ടിന് താഴ്പോട്ട് പുള്ളിപ്പാടുകൾ വരുന്നതും, അപ്പോൾ തന്നെ ഈ തലയുടെ ഈ രണ്ട് വശത്ത് നാളുകളായി നിലനിൽക്കുന്ന പെരുപ്പ്, ഈ വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് നീ കൂട്ടായ്മ വന്നേക്കുന്നൊരു കര ഉയർത്തിക്കേ. പക്ഷേ ഇവിടെ കാറ് കാണാതെ പോകുന്നതാണ് ആൻറ്റി കണ്ടത്. അതുപോലെ തന്നെ വെള്ളപ്പാട് പോലെ മുട്ടിന് താഴോട്ടുണ്ട്. സിസ്റ്ററെ, വിടുതലാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ അടുത്ത് കർത്താവ് നിൽക്കുന്നു. ചേച്ചി ആ ഡെലിവറൻസ് ഏറ്റെടുത്തോളുക. കാരണം ഇപ്പം നിങ്ങൾക്കൊരു സൈനാണ് ഇപ്പോൾ യേശു തരുന്നത്. നിങ്ങളുടെ കാലിന് മുട്ടിന് താഴ്പോട്ടുള്ളതായ ആ പ്രശ്നം ഇത് എത്ര നാളായിട്ടുള്ളത്? അത് കുറേ വർഷങ്ങളായിട്ടുള്ള. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. ഇപ്പം ഇവിടെ കര ഉയർത്തിയവരും കൂടെ അതിനകത്ത് ഡെലിവറൻസ് എടുത്തേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അത് നമ്മൾ ചേറിനകത്ത് നിൽക്കേണ്ടവരല്ല, നമ്മൾ ദ്രവത്വങ്ങളിൽ പോകേണ്ടവരല്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളതിനെ ജയിക്കുകയാണ്. ഓ രാമന ഹസ്മന ദീപന ജഗത്തുന വൈഡമാന രംദൽ കനാദന. ഇനി ഒരു കാര്യം കൂടെ ഇതുമായിട്ടൊരു പ്രോഫറ്റിക്കലിയുള്ള വിഷയമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ വീടിൻ്റെ ഭിത്തി ഉണ്ടല്ലോ, അത് ഈ വിള്ളൽ വീണതുപോലെയുള്ളതായ സിറ്റുവേഷനിൽ നിന്നും വന്നേക്കുന്നൊരുന്ന്. ആമേൻ. ഹല്ലേലൂയ. ഷീലാൻഡിയുടെ വീടിന് അതാണോ പ്രശ്നം? എന്നാ അങ്ങനെ എന്താ അതിൻ്റെ അവസ്ഥ? എന്നാ സ്ക്രാച്ചാ? അത് ഫ്രണ്ട് ഭിത്തിയുടെ കാര്യം എനിക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. പൊട്ടലുണ്ട്. ഓക്കെ. രാജമേൻ്റെ ഞാൻ ഒരു കാര്യം കൂടെ ഈ കൂടെ ചോദിക്കുകയാണ്. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കൂടെ തന്നെ വീടിനകത്ത് കയറി വരുന്നുണ്ടോ? കാതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ? പുള്ളിയുടെ പ്രശ്നം എന്നാ? ചെവിയുടെ പ്രശ്നം എന്നാ? എത്ര അമ്മേ, ആ വീട് കർത്താവ് കാണിക്കുന്നു. വിള്ളൽ ഉള്ള ഭിത്തിയാണ്. രണ്ട്, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രശ്നത്തിൻ്റെ മേലൊരു വിടുതലാണ് കർത്താവ് ഇപ്പം തരുന്നത്. ചെല്ലുമ്പം ഹസ്ബൻഡ് സുഖമായിരിക്കുന്ന കാഴ്ച കാണും. യേശു മശിഹായുടെ നാമത്തിന് മഹത്വം കൊടുത്താട്ടെ. ദീപന ഹസ്തന ജഗന്തന ഉടരബല രകശബലജന ദീപൽക്കനാദന ദീഖമന ലഹനി അംദല ജുഡരകശബലജനദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിടാം. സഹോദരന്മാരത് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ എം എന്ന് പറഞ്ഞ ലെറ്റർ മുമ്പേ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ജോലി, ബിസിനസ്, ഈ വക കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നവർ ഈ മനോജ് എന്ന് പറയുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മേഖലയ്ക്കകത്ത് ഒരു ചേഞ്ച് സംഭവിക്കും. അതായത് ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാവും ചെയ്യാൻ പോകുന്ന പരിപാടിക്കകത്ത്. അപ്പം നിങ്ങളൊരു പുതിയ സ്ഥാപനത്തിലോട്ട് ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഞാൻ ഈ പറഞ്ഞതാണോ എന്ന് ചോദിക്കുക. നിങ്ങൾക്കൊരു ഇടപാട് നടക്കുമ്പോൾ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുടെ പേര് ഇതാണോ? അതൊരു സൈനാണ്. അതിൽ പിടിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്കതൊരു അനുഗ്രഹമായി മാറും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാവോ? എന്നാ വീഴ്ചയത്? ബിസിനസ് മനോജ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. ആമേൻ. കർത്താവിൻ്റെ ഒരു മഹത്വം കൊടുത്താട്ടെ. ഷമാന, ആ കാര്യം നടക്കും. ആ വിഷയത്തിൽ വിടുതലാകും. ഈ ആഴ്ചയുടെ ദൈവപ്രവൃത്തി അതിനകത്ത് സ്ഥാപിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ. ജുഡാരബന റകൽ കനാദന. ഈ നമ്മൾ ഈ ശൂലം കുത്തുന്ന കണ്ടിട്ടുണ്ട് മനുഷ്യരുടെ ശരീരത്ത്. ഈ ശൂലം കുത്തി വെക്കുന്ന പോലെ തന്നെ മനുഷ്യ ശരീരങ്ങളിൽ ചിന്തകളെ പിശാച് കുത്തിക്കയറ്റി വെക്കും. അത് ഊരിപ്പോയില്ല, ട്രോമാസായി മാറും. വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ ഇട്ടത് അലട്ടും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ തലയുടെ ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ എന്തോ ഒന്ന് കുത്തി കയറുന്നത് പോലെയുള്ളതായൊരു സിവിയർ പെയിൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അതിനെ മാറ്റാൻ പോവാണ്. ദൈവമക്കളെ, നിങ്ങളിത് അനുഭവിക്കുന്നവർ മാത്രം കൈ ഉയർത്തുക. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളിൽ നിന്നും ഞാൻ അതിനെ ഉരിഞ്ഞു മാറ്റിക്കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ചിലങ്കയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ചിലങ്കയുടെ ശബ്ദം, ചങ്ങല കിലങ്ങുന്ന കേട്ടിട്ടുണ്ട്, തൊടലിൻ്റെ ശബ്ദം. ഈ വിധത്തിൽ സോഴ്സ് കാണാൻ വയ്യ, എങ്ങനെ എവിടെ കേട്ടെന്നറിയത്തില്ല, പക്ഷേ അവിചാരിതമായിട്ട് ഇങ്ങനത്തെ കിലുക്കങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ട് പോകും. തലയ്ക്ക് വേദന ഇവിടെ സിസ്റ്ററിനുണ്ടായിരുന്നു, ഇപ്പം അത് മാറിയത്. ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം വളരെ, ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കിലുക്കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചിലുങ്കയുടെ കിലുക്കം. അതായത് നാണയം വീഴുന്നതിൻ്റെ കിലുക്കം നമുക്കറിയാം, പാത്രം താഴെ പോകുന്നതിൻ്റെ ഒച്ച നമുക്ക് എന്ന് പറഞ്ഞൊരു മെറ്റാലിക്കായിട്ടുള്ള സാധനം കേട്ടെ കിലുങ്ങുന്നു. പക്ഷേ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുമില്ല. ഈ നിലയിലുള്ള ഒരു സൗണ്ട് അത് കേൾക്കുന്ന ആരോ ഈ കൂട്ടത്തിലുണ്ട് ഇന്ന്. എന്താ പ്രശ്നം? എന്നാ വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചെന്നെ പാസ്റ്റർ ഇത് എവിടെ നിന്നാണ് കേൾക്കാം. അപ്പം ഇതിന് മുകളിലൊരു വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ആ കൊച്ചിറങ്ങി ഓടി വന്നതായിരിക്കുന്നിട്ട് ആ ഒച്ച കഴിഞ്ഞ നല്ലവരെ കിലുങ്ങുന്ന പോലെ ഒരു ഒച്ച ഞാൻ കേട്ടു. 3-4 ദിവസമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് വീട്ട്. നമ്പർ 1, ഒരാളോടുണ്ട് ഈ വിധത്തിൽ. യെസ്, കർത്താവ് കൃത്യം പറഞ്ഞു. സനിജയുടെ അടുക്കലോട്ട് പോക്കോ. ആമേൻ, ഹല്ലേലൂയ. പാസ്റ്റർ, ഞാൻ ഹോസ്റ്റലിലാണ് ഇപ്പം നിൽക്കുന്നത്. അവിടെ ഞാൻ ഭിത്തിയിൽ നോക്കി കുറേ നേരം നോക്കിയാൽ നീ ഒരു ശബ്ദം കേട്ടിട്ട്. ഇതെന്നാ സിസ്റ്ററെ? ഇതിപ്പം ഒരു 4 ദിവസത്തോളമായി. സൊറഫോനിക്കക്കാരി യേശുവിൻ്റെ അരികിൽ നിന്നു. ബാധ അവൾ വസിക്കുന്നിടത്തുനിന്ന് പോയി. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ദോഷം വിതയ്ക്കുന്ന രീതിയിൽ അവിടെ നടക്കുന്ന പൈശാചികമായ ആ കാൽപ്പെരുമാറ്റം നിങ്ങളെ ഭയപ്പെടുത്താൻ, നിങ്ങളുടെ നന്മകളെ പൂട്ടാൻ കയറി വന്നിരിക്കുന്ന ആ വിഷയം, അത് സൗഖ്യമായി, വിടുതലായി, സ്വസ്ഥതയായി മാറിയിരിക്കുന്നു. വിശ്വാസത്തോടെ പോവുക. ഇനി നിങ്ങൾ കേൾക്കില്ല. ഓ ജീസസ്. ദൈവമക്കളെ, ഞാൻ പറയാം, ഇപ്പം ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞു. ഈ അനുഭവങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുമ്പം എൻ്റേതല്ല പാസ്റ്റർ പറഞ്ഞത്, പക്ഷേ ഈ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നിങ്ങളുടെ ദേഹത്ത് പലർക്കും എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിന് സാക്ഷികളായി, എനിക്കിവിടെ വെട്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നത്, ഇതിന് സാക്ഷികളായി നിൽക്കുന്ന പലരുടെയും ശരീരത്തിൽ തന്നെ എന്തോ സംതിങ് ചേഞ്ച് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു വിടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായി കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അക്കാരം മറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. എന്നോട് കർത്താവ് ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ചെയ്യാൻ പറയുന്നു. അത് മറ്റൊന്നുമല്ല, ഈ മാൾട്ടാദ്വീപിൽ പൗലോസ് എന്നപ്പോൾ പൗലോസിൻ്റെ കൈക്ക് ബ്രദറെ അണലി കടിച്ചു. പൗലോസ് അതിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. അത് ചുറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് പറിച്ചു കളയൊന്നും അല്ല ചെയ്തത്, കൊടഞ്ഞ്. ഇന്ന് നമ്മളിത് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ കൈവച്ചേക്കുന്ന മേഖലയുടെ കെട്ടഴിയും. പ്രൈസ് ഗോഡ്. പറഞ്ഞതാ. ആമേൻ. ആ കൈകളെ കുടഞ്ഞു പ്രാർത്ഥിച്ചേ കുറച്ചു നേരം. 2 കൈകളെയും കുടഞ്ഞു പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കൈകൾ അനുഗ്രഹങ്ങളെ വഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രവാചക പ്രവർത്തികൾ ഭ്രാന്തു പോലെയാണ്. മതിലിന് ചുറ്റും അവർ നടക്കുമ്പോൾ ആൾക്കാർ പറയും മണ്ടത്തരമാണ്, പക്ഷെ മതിൽ വീഴുമ്പോൾ പറയും കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. കൈകളിൽ വർഷങ്ങളായി ചുറ്റപ്പെട്ട ചങ്ങലകളെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ അഴിച്ചു കളയുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നു, സന്തുഷ്ടരായിരിക്കുന്നു, സ്വസ്ഥത വന്നിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ആമേൻ. Sit down, please. God bless you.